ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ GD ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ഓൾറെഡി പാർട്ട് 1 ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തൊക്കെയാണ് ഈ ഭാഗത്ത് ചോദ്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. എ ഫോഴ്സ് എഫ് ഈസ് ഗിവൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു AT² പ്ലസ് BT² വെർ T ഈസ് ടൈം. വാട്ട് ആർ ദ ഡയമെൻഷൻസ് ഓഫ് A ആൻഡ് B? ഇപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷനിൽ പറഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു AT പ്ലസ് BT² ആണ്. അങ്ങനെയെങ്കിൽ എയുടെയും ബിയുടെയും ഡയമെൻഷൻ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ ഡയമെൻഷൻ കാണുന്നത് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എഫ് ഇസ് ഈക്വൽ ടു AT എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് എഫ് ഇസ് ഈക്വൽ ടു BT². സോ ഇതിൽ ഫസ്റ്റ് കേസിലെടുക്കാം. ഇവിടെ എഫ് ഇസ് ഈക്വൽ ടു AT എന്നുള്ളത് നമുക്ക് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ അറിയാം, mLT⁻². സോ ഈ ഫസ്റ്റ് കേസിൽ എയുടെ ഡയമെൻഷനാണ് നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. A ഈസ് ഈക്വൽ ടു F/T. സോ ഇവിടെ വരുന്നത് mLT⁻² ഡിവൈഡഡ് ബൈ T. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് mLT⁻³ ആണ്. സോ ഫസ്റ്റ് കേസിൽ mLT⁻³ വന്നു. ദെൻ നെക്സ്റ്റ് കേസ് ഇവിടെ BT² ആണ്. സോ B ഈസ് ഈക്വൽ ടു F/T². സോ ഇവിടെ വരുന്നത് mLT⁻² ഡിവൈഡഡ് ബൈ T². സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താവും? mLT⁻⁴. സോ എയുടെയും ബിയുടെയും ഡയമെൻഷൻ mL⁻³ ആൻഡ് mLT⁻⁴. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. mLT⁻³ ആൻഡ് mLT⁻⁴. അടുത്ത ചോദ്യം നോക്കാം. എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് ട്രാവൽസ് ഫോർ 5 seconds ടു മേക്ക് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് 25 meter ഇഫ് ഇറ്റ് ട്രാവൽഡ് ദ ഡിസ്റ്റൻസ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ A, ദെൻ A ഈസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഒബ്ജക്റ്റ് ഒരു 5 സെക്കൻഡ് കൊണ്ട് 25 meter ട്രാവൽ ചെയ്തു. സോ ട്രാവൽ ചെയ്തപ്പോഴുണ്ടായിട്ടുള്ള യൂണിഫോം ആക്സലറേഷൻ A ആണ്. അങ്ങനെയെങ്കിൽ A കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിവിടെ തന്നിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് T തന്നിട്ടുണ്ട് 5 സെക്കൻഡ് ആണ്. ഇതിനിവിടെ S തന്നിട്ടുണ്ട് 25 meter. നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത് A ആണ്. സോ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. അതായത് എ ബോഡി സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി U ഈസ് ഈക്വൽ ടു 0 ആണ് വരിക. സോ നമുക്ക് ഇതിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ആക്സിലറേഷൻ കാണേണ്ടത്. സോ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT² ഇവിടെ ഉപയോഗിക്കാം. സോ നമുക്കിത് ആക്സിലറേഷൻ ആണ് കാണേണ്ടത്. ഈ ടേം 0 ആയിട്ട് മാറി, അതായത് U 0 ആയതുകൊണ്ട് ഫസ്റ്റ് ടേം 0 ആയിട്ട് മാറി. സോ തന്നെ ഇവിടെ ഉള്ളത് 25 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു A ഇൻറ്റു T എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ്. സോ Tയുടെ സ്കോർ 25 ആണ്. സോ ഇനി കോമൺ ടേംസ് കേട്ടോ, ഇവിടെ 25 ഉണ്ട്. ദെൻ ഇവിടെ A ഉണ്ട്, ദെൻ 2 ഉണ്ട്. 2 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 2 ഈസ് ഈക്വൽ ടു A. സോ ഇവിടുത്തെ ത്വരണം എന്ന് പറയുന്നത് 2 meter/second² ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം. ദ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് ഓഫ് എർത്ത് ഈസ് 5 hours ഇഫ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സാറ്റലൈറ്റ് ഈസ് ഇൻക്രീസ്ഡ് ടു 4 times the previous value. The new time period will become ഓപ്ഷൻ എ 10 hours, ഓപ്ഷൻ ബി 20 hours, ഓപ്ഷൻ സി 40 hours, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ടൈം പീരീഡ്, സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡ് എന്നത് 5 hours ആണ്. അതായത് ഇതിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് 4 times അതിൻ്റെ പ്രീവിയസ് വാല്യൂമായിട്ട് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയെങ്കിൽ അതിൻ്റെ ന്യൂ ടൈം പീരീഡാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് കേസിൽ T1 എടുക്കാം. T1 പ്രപ്പോർഷണൽ ടു
r⁵ അതായത് t² പ്രൊപ്പോർഷണൽ ടു r³ എന്നാണ് ഈ ഒരു വാല്യൂ വരുന്നത്. ഇനി സെക്കൻഡ് കേസിൽ t2 പ്രൊപ്പോർഷണൽ ടു ഇവിടെ പറയുന്നുണ്ട് 4 ടൈംസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 4r⁵ എന്ന് വരും. t2 പ്രൊപ്പോർഷണൽ ടു 4r⁵ എന്ന് വന്നു. സോ t2/t1 നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ ഇവിടെ വരുന്നത് 4r⁵ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ r⁵. സോ കോമൺ ടേംസ് ഉണ്ട്. r⁵ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് 4⁵. അതായത് t2/t1 ഈസ് ഈക്വൽ ടു 4⁵. നമ്മളോട് പുതിയ ടൈം പീരീഡ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, അതായത് t2 ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ t2 ഈക്വൽ ടു t1 ഇൻറ്റു 4⁵. സോ 4³ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 64 ആണ്. 64ൻ്റെ സ്ക്വയർ ആണ്, അതായത് 4⁵ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 64 √64 ആണ്. √64 എന്ന് പറയുന്നത് നമുക്കറിയാം 8 ആണ്. സോ 8 ഇൻറ്റു t1 ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ 5 hours ആണ് 5. സോ 5 ഇൻറ്റു 8 40 ആണ്. സോ 40 hour ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ആൻ എൻജിൻ ഹാസ് ആൻ എഫിഷ്യൻസി ഓഫ് 1/6 when the temperature of sink is reduced to 62 degrees Celsius if its efficiency is doubled. The temperature of the source is. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു എൻജിൻ ഉണ്ട്, അതിൻ്റെ എഫിഷ്യൻസി 1/6 ആണ്. പിന്നെ പറയുന്നത് അതിൻ്റെ ടെമ്പറേച്ചർ ഓഫ് സിങ്കിൻ്റെ ടെമ്പറേച്ചർ 62 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി ഡബിൾ ആയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 99 ഡിഗ്രി സെൽഷ്യസ്, 37 ഡിഗ്രി സെൽഷ്യസ്, 62 ഡിഗ്രി സെൽഷ്യസ്, നൺ ഓഫ് ദിസ്. അപ്പോൾ ഇവിടെ നമുക്ക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ അറിയാം. എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു 1 - T2/T1. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ റെഡ്യൂസ് ചെയ്തിട്ടുള്ളത് 62 ഡിഗ്രി സെൽഷ്യസിലാണ്. സോ അത് എന്തോട്ട് മാറ്റണം? കെൽവിനിലോട്ട് മാറ്റണം. ഇനിയിപ്പോൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ കെൽവിനിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എത്ര തന്നെയാണ്? അത് 62 കെൽവിൻ തന്നെയാണ്. സോ നമുക്ക് ഇത് ചെയ്ത് കിട്ടുന്നത് കെൽവിനിലാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ അവസാനം കിട്ടുന്നത്. സോ നമുക്ക് തന്നിട്ടുള്ളത് ഡിഗ്രി സെൽഷ്യസിലാണ്. അവസാനം നമുക്കത് കൺവേർട്ട് ചെയ്യാം. സോ ഇവിടെ ഫസ്റ്റ് കേസ് എടുക്കാം. നമുക്ക് എഫിഷ്യൻസി തന്നിട്ടുണ്ട് 1/6 ആണ്, ഈക്വൽ ടു 1 - T2/T1. T2 T1 നമുക്കറിയത്തില്ല. സോ നമുക്കിതൊന്ന് T2 T1 ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. അതായത് ഇവിടെ നമുക്ക് ഈ ഒരു T2/T1 ഇങ്ങോട്ടും കൊണ്ടുവരാം, 1/6 അങ്ങോട്ടും കൊണ്ടുപോകാം. അതായത് T2/T1 ഈസ് ഈക്വൽ ടു 1 - 1/6. സോ ഇതിൻ്റെ വാല്യൂ 6 - 1 5/6 വരും. അതായത് ഈ T2/T1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5/6 ആണ്. ഇത് ഇക്വേഷൻ 1 ആയിട്ട് ഇവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി സെക്കൻഡ് കേസ് എടുക്കുകയാണ്. സെക്കൻഡ് കേസിൽ ഇവിടെ ടെമ്പറേച്ചർ T2 - 62 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി ഡബിൾ ആയി മാറുന്നുണ്ട്. അതായത് 2 × 1/6 ഈക്വൽ ടു 1 - T2 - ഇവിടുത്തെ 62 ഡിവൈഡഡ് ബൈ T1. സോ നമുക്കിവിടെ കാണേണ്ടത് നമുക്ക് ഇവിടുത്തെ T1 ആണ് നമുക്ക് കാണേണ്ടത്. സോ ഇനി ഇതൊന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. അതായത് 2/6 എന്നത് 1/3 ആണ്. സോ ഈ ഒരു ടേമിനെ മൊത്തമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ ടേമിനെ അങ്ങോട്ടും കൊണ്ടുപോകുക. അതായത് T2 - 62 ഡിവൈഡഡ് ബൈ T1 ഈക്വൽ ടു 1 - 2/6 അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 തന്നെ എഴുതാം, 1/3. സോ ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് 3 - 1 എന്ന് 2 ആണ്, 2/3 വരും. ഇവിടെ T2 - 62 ഡിവൈഡഡ് ബൈ T1 ഈസ് ഈക്വൽ ടു 2/3. ഇനി T1നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, 3യെ ഇങ്ങോട്ടും കൊണ്ടുവരിക. അതായത് 3 T2 - 62 ഈക്വൽ ടു 2 T1 എന്ന് വരും. സോ ഇതൊന്ന് നമുക്ക് സോൾവ് ചെയ്യാം. 3 T2 - 62 × 3 3 × 60 180 ആണ്. ദെൻ ഒരു 3 2 കൂടെ വരുമ്പോൾ 185
6 വരും ഈക്വൽ ടു 2T1. സോ ഇനി നമുക്ക് ഈ ഒരു T2 എക്സ്പ്രഷൻ കൊടുക്കണം. അത് നമ്മൾ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് T2/T1 അറിയാം 5/6 ആണ്. സോ ഇതിന്ന് T2 എക്സ്പ്രഷൻ കൊടുക്കാം. T2 ഈസ് ഈക്വൽ ടു T1, അതായത് 5T1/6 എന്ന് വരും. അതായത് നമുക്ക് T1ൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ഈ T2 ടേം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് T1ൻ്റെ വാല്യൂ കിട്ടുള്ളൂ. സോ ഈ ഒരു ഇക്വേഷൻ ഇവിടെ കൊടുക്കുമ്പോൾ 3, ഈ T2ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 3 × 5 T1 /6 മൈനസ് 186 ഈക്വൽ ടു ഈ 2T1 ഇങ്ങോട്ട് വരും 2T1. സോ ഇത് സോൾവ് ചെയ്യാം. 3ഉം 6ഉം കട്ട് ചെയ്യുക, അതായത് 1/2 വന്നു. ഇനി 5/2 T1 മൈനസ് 186 ഈക്വൽ ടു 2T1. ഇനി ഈ T1 ടേംസ് ഒക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. 5/2 T1, ഇനി ഈ ഒരു ടേം മൈനസ് 186 അങ്ങോട്ട് കൊണ്ടുപോകും, പ്ലസ് 186 ആവും. ഈ ടേം ഇങ്ങോട്ട് കൊണ്ടുവരും, മൈനസ് ആവും. 2T1 ഈക്വൽ ടു 186. ഇനി ഈ T1 ടേംസിനെ പുറത്തെടുക്കാം. then ഇവിടെ ഉണ്ടാവുന്നത് 5/2 മൈനസ് 2 ഈക്വൽ ടു 186. T1 ഇൻറ്റു, ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5 ആണ്, ദെൻ 5 മൈനസ് 4/2 ഈക്വൽ ടു 186. അതായത് എത്ര വരും? T1 ഇൻറ്റു 5 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1/2 വരും. അത് T1, ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോകുക. T1 ഈസ് ഈക്വൽ ടു 186 ഇൻറ്റു 2 വരും. സോ 186 ഇൻറ്റു 2 എന്ന് പറയുന്നത് ചെയ്ത് നോക്കാം. 186 ഇൻറ്റു 2 12 ശിഷ്ടം 1 2 8 16 വന്നു 17, ദെൻ 2 2 വന്നു 3 372 ആണ്. ഇത് T1 കെൽവിനിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി സെൽഷ്യസിലാണ്. സോ 273 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 99 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 99 ഡിഗ്രി സെൽഷ്യസ്. കുറച്ച് കൂടുതലായിട്ട് ചെയ്യാനുണ്ട്. അപ്പം ഒന്നും കൂടി ഇത് എന്താണ് ക്ലിയർ ആവാത്തൊരു വീഡിയോ ഒന്നും കൂടി ഇവിടെ കാണാം. ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമുക്ക് ഫസ്റ്റ് എഫിഷ്യൻസിൻ്റെ കേസിലൊരു ഇക്വേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അതായത് അതിവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 1/6 ആണ് എഫിഷ്യൻസി. സോ അതിന് T2ഉം T1ഉം നമ്മൾ ഫൈൻഡ് ചെയ്തു. ദെൻ സെക്കൻഡ് കേസിൽ നമ്മൾ മാറ്റി എഴുതി. അതായത് എഫിഷ്യൻസി 2 ടൈംസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ T2 - 62 ആയി. അപ്പോൾ അതിന് എക്സ്പ്രഷൻ നമ്മളിത് എഴുതിയതിന് ശേഷം T2ന് എക്സ്പ്രഷൻ കൊടുത്തു. കാരണം നമുക്ക് T1ൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. സോ അത് സോൾവ് ചെയ്യാൻ കുറച്ചുണ്ട്. അപ്പോൾ അത് തെറ്റാതെ സോൾവ് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഇക്വേഷൻ അറിഞ്ഞ് നമ്മൾ തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ ഇവിടെ കിട്ടുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ചോദ്യം നോക്കാം. An observer is moving towards a stationary source of frequency 250 Hz with a velocity 30 meter per second. If the velocity of sound is 330 meter per second, the apparent frequency heard by the observer will be. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ അപ്പാരൻറ്റ് ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ടാണ്. സോ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 320 Hz, 300 Hz, 280 Hz, 275 Hz. സോ അപ്പാരൻറ്റ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു ന്യൂ ഒ ഇൻറ്റു സി ഡിവൈഡഡ് ബൈ സി മൈനസ് വി എസ്. സോ അപ്പാരൻറ്റ് ഫ്രീക്വൻസിയാണ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ന്യൂ ഒ എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം തന്നിട്ടുണ്ട് 250 ആണ്. ഇൻറ്റു ഇവിടെ സി എന്ന് പറയുന്നത് ഇവിടെ വെലോസിറ്റി ഓഫ് സൗണ്ട് 330 ഡിവൈഡഡ് ബൈ 330 മൈനസ് ഇവിടെ തന്നിട്ടുള്ള വെലോസിറ്റി 30 ആണ്. സോഴ്സിൻ്റെ വെലോസിറ്റിയാണ് 30. സോ ഇത് സോൾവ് ചെയ്താൽ മതി. ഇവിടെ 330 മൈനസ് 30 എന്ന് നമുക്കറിയാം, അത് 300 ആണ്. 250 ഇൻറ്റു 330 ഹരിക്കണം 300. സോ ഇതിവിടെ കട്ട് ചെയ്യാം. 0 0 കട്ട് ചെയ്തിട്ടുണ്ട്.
ദെൻ ഈ സീറോയും കട്ട് ചെയ്ത് 33/3, അതായത് 33-ൽ 11 3 ഉണ്ട്. സോ 25 × 11, അതായത് 275 ഹെഡ്സ് ആണ് ഇവിടുത്തെ അപ്പാരൻറ്റ് ഫ്രീക്വൻസി. ഓപ്ഷൻ. അടുത്ത ചോദ്യം, 2 capacitor of capacitance 6 microfarad and 4 microfarad are put in series across 120 volt battery. What is the potential difference across 4 microfarad capacitor? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് 2 കപ്പാസിറ്റർ ഉണ്ട്, അത് സീരീസിലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു 120 വോൾട്ട് ബാറ്ററിയിലാണ്. സോ ഇത് C1 C2, ഇത് നമുക്ക് ഇത് 6 മൈക്രോഫാരഡ് 4 മൈക്രോഫാരഡ്. സോ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു 4 മൈക്രോഫാരഡിൽ അതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് സീരീസ് കണക്ഷൻ ആണ്. സോ അവിടെ ഉണ്ടാവുന്ന ചാർജ് രണ്ടിലും ഈക്വൽ ആണ്. Q ഈസ് ഈക്വൽ ടു V1 C1 ഈസ് ഈക്വൽ ടു V2 C2. ദെൻ നമുക്ക് ഇവിടുത്തെ ടോട്ടലായിട്ടുള്ള ചാർജ്, ഇതിൻ്റെ മൊത്തമായിട്ടുള്ള ചാർജ്, ഈ ഒരു സർക്യൂട്ടിൻ്റെ ചാർജാണ് ആദ്യം കാണേണ്ടത്. സോ Q ഈസ് ഈക്വൽ ടു V ഇൻറ്റു C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. സോ ഇത് 120 ആണ്. 120 ഇൻറ്റു C1 ഇൻറ്റു C2, അതായത് 6 ഇൻറ്റു 4 ദെൻ ഇൻറ്റു ഇവിടെ രണ്ടിലും പിന്നെ 10⁻⁻6 ഫാരഡ് ആണ്. സോ നമുക്ക് രണ്ടിനും അത് ഫാരഡിലോട്ട് മാറ്റണം. അതായത് രണ്ട് ഭാഗത്തും 10⁻⁻6 ഫാരഡ് ഉണ്ട്. സോ അത് മാറ്റി എഴുതുമ്പോൾ 10⁻⁻12 ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ ഇനി C1 പ്ലസ് C2, അതായത് 10 ഇൻറ്റു 10⁻⁻6 ഫാരഡ് ആകും. സോ ഇനി ഇവിടെ പിന്നെ ഈക്വൽ ടേംസ് ഉണ്ട്, അതായത് കട്ട് ചെയ്ത് പോലുള്ള ടേംസ് ഉണ്ട്. ഇവിടെ 120 ഇൻറ്റു 6 4 24, അതങ്ങനെ തന്നെ വെക്കുക, ഡിവൈഡഡ് ബൈ 10. ഇനി ഇവിടെ 10⁻⁻12 ഉണ്ട്, ഇവിടെ താഴെ 10⁻⁻6 ഉണ്ട്. സോ ഇയാൾ ഇങ്ങോട്ട് പോകുമ്പോൾ 10⁻+6 ആയിട്ട് മാറും. സോ ഇവിടെ 10⁻⁻6 ആയിട്ട് മാറി, അതായത് -12 + 6 -6 ആയിട്ട് മാറി. ദെൻ ഇനി ഇവിടെ കട്ട് ചെയ്ത് പോലുള്ള ടേംസ് ഉണ്ട്. 0 0 കട്ട് ചെയ്യാം. ദെൻ 12 ഇൻറ്റു 24, 12 ഇൻറ്റു 24, 8 1 4 4 4 2 8 8 8 288 ആണ് Q ഈസ് ഈക്വൽ ടു 288 ഇൻറ്റു 10⁻⁻6 കൂളോംബ് ആണ്. ദെൻ ഇനി നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു 4 മൈക്രോഫാരഡിൽ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ V ഈസ് ഈക്വൽ ടു 288 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ 4 മൈക്രോഫാരഡ് ആണ്, 4 ഇൻറ്റു 10⁻⁻6 ഇതൊന്ന് ക്യാൻസൽ ചെയ്തു. പിന്നെ 288 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 72 ആണ്. സോ 72 വോൾട്ട്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, the magnetic field strength due to a short bar magnet directed along its axial line at a distance r perpendicular to magnetic field B, time taken by the particle to complete one revolution is. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ടൈം പീരീഡ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നാലാമത് നൺ ഓഫ് ദസ് ആണ്. സോ ഇവിടെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ T ഈസ് ഈക്വൽ ടു 2πr/v ആണ്. സോ ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷനിലോട്ട്, അതായത് ഇവിടെ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു BQV sin θ ആണ്. സോ ഇവിടെ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ sin θ എന്ന് പറയുന്നത് sin 90, sin 90യുടെ വാല്യൂ 1 ആണ്. സോ ഇവിടെ എന്ത് വരും, F ഈസ് ഈക്വൽ ടു BQV എന്ന് വരും, BQV. ദെൻ നെക്സ്റ്റ് ഇവിടെ ഇതിനെ നമുക്ക് സെൻട്രിപിറ്റൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. നമുക്കിവിടെ 6 കിട്ടണം. സോ F ഈസ് ഈക്വൽ ടു mv²/r. സോ ഈ രണ്ട് ഇക്വേഷൻ ഇവിടെ ഇക്വേറ്റ് ചെയ്യാം. അതായത് mv²/r ഈസ് ഈക്വൽ ടു BQV. ഇവിടെ V² ഉണ്ട്, B ഉണ്ട്,
ദെൻ ഇവിടെ ഇനി കട്ട് ചെയ്യാനൊന്നുമില്ല. സോ ആറിന് ഇക്വേഷൻ കിട്ടണം. ആർ ഈസ് ഈക്വൽ ടു എം വി ബൈ ബി ക്യു. സോ ഈ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 2π ഡിവൈഡഡ് ബൈ വി. ഇനി ആറിൻ്റെ വാല്യൂ എം വി ബൈ ബി ക്യു. സോ ഇനി കോമൺ ടേംസ് കട്ട് ചെയ്യാം. വി കട്ട് ചെയ്തു. ദെൻ ഇവിടെ ഉള്ളത് ടി ഈസ് ഈക്വൽ ടു 2π എം ഡിവൈഡഡ് ബൈ ബി ക്യു. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഓപ്ഷനിൽ നമ്മളിത് തന്നിട്ടുള്ളത് ബിയിലാണ്, 2π എം ഡിവൈഡഡ് ബൈ ക്യു ബി. അടുത്ത ചോദ്യം നോക്കാം. വെൻ എ ലീനിയർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1%, വെൻ ദ കൈനറ്റിക് എനർജി ഓഫ് ഈസ് ഇൻക്രീസ്ഡ് ബൈ x%. When the kinetic energy of the particle increased by 300%, its linear momentum increases by y%. Then the ratio of y to x is. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ലീനിയർ മൊമെൻറ്റം ഒരു പാർട്ടിക്കിളിനത് അത് 1% ഇൻക്രീസ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി x% ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ കൈനറ്റിക് എനർജി 300% ഇൻക്രീസ് ചെയ്തപ്പം അവിടെ ഉണ്ടാകുന്ന ലീനിയർ മൊമെൻറ്റം y% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയെങ്കിൽ y to x റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിവിടെ ഉണ്ടായിട്ടുള്ള ചേഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 300, ഓപ്ഷൻ ബി 150, ഓപ്ഷൻ സി 50, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സോ ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ കെ ഇ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m ആണ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് കേസ് എടുക്കുക, അത് K1 എന്ന് എടുക്കുക. ഫസ്റ്റ് കേസിലെ കൈനറ്റിക് എനർജി എന്നത് K ആയിട്ട് പരിഗണിക്കാം. ദെൻ സെക്കൻഡ് കേസിൽ ഇവിടെ K2 എന്നത് K പ്ലസ് 300% ചേഞ്ചാണ് ഉണ്ടാവും. 300% K, അതായത് ടോട്ടൽ ചേഞ്ച് എന്നത് 4K ആണ്. സോ ഇനി നമുക്ക് P2 ബൈ P1 ചെയ്യാം. അതായത് അണ്ടർ റൂട്ട് ഓഫ് K2 ബൈ K1. അപ്പോൾ ഇവിടെ കോമൺ ടേംസ് കട്ട് ചെയ്തതിന് ശേഷമുള്ള ഇക്വേഷനാണിത്. സോ ഇവിടെ K2 എന്ന് പറയുന്നത് 4K ആണ്. അണ്ടർ റൂട്ട് ഓഫ് 4K ഡിവൈഡഡ് ബൈ K1 K തന്നെയാണ്. സോ കെയും കെയും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ √4 വരും. √4 എന്ന് പറയുന്നത് 2 ആണ്. അതായത് P2 ബൈ P1 ഈസ് ഈക്വൽ ടു 2 ആണ്. P2 ഈസ് ഈക്വൽ ടു 2P1. അപ്പം ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 100% മാറ്റമാണ്. P2 എന്തായിട്ട് മാറി? 2P1 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ അവിടെ ഉണ്ടാവുന്ന ഡിഫറൻസ് എന്നത് 100 ആണ്. സോ 100% ഡിഫറൻസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, നൺ ഓഫ് ദിസ്. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് എഫ് പ്രൊഡ്യൂസസ് ആൻ ഇമേജ് n times the size of the object. If the image is real, then the distance of the object is. Option A n-1 divided by f. Option B n+1 divided by f. Option C f into n+1 divided by n. Option D none of this. So magnification m is equal to size of the image divided by size of the object is equal to n. സോ അപ്പോഴാണ് ഇവിടെ n ടൈംസ് സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് വരും. ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ n ടൈംസ് ഓഫ് ദ ഒബ്ജക്റ്റ് വരും. സോ നമുക്കിവിടെ -n ഈസ് ഈക്വൽ ടു -v/u എന്ന് കൊടുക്കാം. അതായത് ഇവിടെ കോൺകേവ് മിറർ ആയതുകൊണ്ട് നമുക്കിവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കണം. സോ nu ഈസ് ഈക്വൽ ടു v എന്ന് വരും. ഇനി നമുക്ക് ഇതിൻ്റെ നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് യുടെ വാല്യൂ ആണ്. സോ നമുക്കത് എന്തിൽ കൊടുക്കണം? മിറർ ഇക്വേഷനിൽ കൊടുക്കണം. സോ ആ ഒരു രീതിയിലുള്ള ഇക്വേഷൻ ആൻസർ ഓപ്ഷൻസിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. സോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക വിക്ക് 1/nu പ്ലസ് 1/u. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക nu പ്ലസ് u ഡിവൈഡഡ് ബൈ nu സ്ക്വയർ ഈക്വൽ ടു 1/f. ഇനി രണ്ട് ടേമിലും യു കോമൺ ഉണ്ട്. അപ്പോൾ യുവിനെ പുറത്തെടുക്കാം. 1/f ഈസ് ഈക്വൽ ടു u n+1 ഡിവൈഡഡ് ബൈ nu സ്ക്വയർ. യു സ്ക്വയറും
യുവും കട്ട് ചെയ്തു. സോ 1/f = n+1/nu എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് കാണേണ്ടത് യു എന്നുള്ള ഇക്വേഷനാണ്. സോ യുവിനെ എങ്ങോട്ട് കൊണ്ടുപോകുക, യു ഈസ് ഈക്വൽ ടു എഫിനെ അങ്ങോട്ട് കൊണ്ടുപോകുക എഫ് n+1/n. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, f(n1+1/n). ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ്.